എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. വീണ്ടും കാണാനും ഒരുമിച്ച് ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറാത്ത ദൈവത്തിന്റെ വിലപ്പെട്ട വചനങ്ങളിൽ നിന്ന്, തിരുവെഴുത്തുകളിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാനും ദൈവം ഒരുക്കുന്ന എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് നല്ലവനായ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര നല്ലവനായൊരു ദൈവം നമുക്കുണ്ട്. ശ്വസിക്കാൻ വായു, കുടിക്കുവാൻ വെള്ളം, പാർക്കുവാൻ ഭവനം, വാടകയെങ്കിലും കൂരയാണെങ്കിലും അതൊന്ന്, എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങൾ തന്ന ഈ നല്ല ദൈവത്തെ സ്തുതിക്കുന്നു. എന്തിനും സ്തോത്രം പറയുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകട്ടെ. എപ്പോഴും സ്തുതിക്കുവാൻ നമുക്ക് കഴിയണം, എപ്പോഴും സ്തുതിക്കുവാൻ കഴിയണം. സ്തോത്രം 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 എന്ന് പറയുന്നത് യേശുവേ നന്ദി എന്നാണ്. ദൈവമേ നന്ദി, സ്തോത്രം സ്തോത്രം സ്തോത്രം, സ്തുതിക്കുന്നു, യേശുവേ നന്ദി, യേശുവേ നന്ദി. നിങ്ങൾ അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കി. എപ്പോഴും ഒരു വ്യക്തിയോട് നമുക്ക് നന്ദി പറയണമെങ്കിൽ തന്നെ നമുക്ക് താഴ്മ വേണം. ഇപ്പൊ ഒരാളോട് നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ, മലയാളിയുടെ സ്വഭാവം വെച്ച് നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ ഇന്ന സ്ഥലത്തോട്ട് പോകാനുള്ള വഴി എന്ന് ചോദിച്ചാൽ അവർ പറയും അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് ആ ജംഗ്ഷനിൽ ചെന്നിട്ട് രണ്ടാമത്തെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഒന്നും പറയത്തില്ല, അങ്ങോട്ട് പോകും. എന്നാൽ താങ്ക് യു, വളരെ നന്ദി, ഇതൊക്കെ പറയണമെങ്കിൽ അതെല്ലാവർക്കും കഴിയില്ല. കുറച്ചുകൂടി താഴ്മയുള്ളവർക്കാണ്. അപ്പോൾ താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകും. നന്ദി പറയുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ വിനയം, താഴ്മ, ഇതെല്ലാം കാണിക്കുകയാണ്. രണ്ടു തരത്തിലുള്ള സംഭാഷണമുണ്ട്. വിനയത്തോടെ നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാം, അഹംഭാവത്തോടെ സംസാരിക്കാം. വിനയത്തോടെ സംസാരിക്കണമെങ്കിൽ കർത്താവിന്റെ അളവ് കൂടാത്ത ദൈവത്തിന്റെ കൃപ വേണം. ദൈവത്തിന്റെ അനന്തമായ കൃപ നമ്മിലുണ്ടെങ്കിലേ ഒരു മനുഷ്യനോടോ സാഹചര്യങ്ങളോടോ സൗമ്യമായി നമുക്ക് ഇടപെടാൻ കഴിയും. സൗമ്യതയുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ ഭൂമിയെ കൈവശമാക്കുമെന്ന്. അപ്പോൾ വൻകാര്യങ്ങൾ ഈ ഭൂമിയിൽ കൈവശമാക്കണമെങ്കിൽ നമ്മൾ സൗമ്യതയുള്ള മനുഷ്യരായിരിക്കും. സൗമ്യതയുള്ള മനുഷ്യർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും, ദൈവത്തെ പുകഴ്ത്താൻ കഴിയും. എല്ലാ സാഹചര്യങ്ങൾക്കും നന്ദി പറയണം. ചില പറയും, എന്റെ ഭാര്യ ഇതിലും നല്ലൊരു കല്യാണക്കാര്യം വന്നതാ, നല്ലൊരു സുന്ദരിയായ ഭാര്യ ഞാൻ പ്രതീക്ഷിച്ചു. പണ്ടൊരു അമ്മച്ചി പറഞ്ഞ പോലെ 94 വയസ്സുള്ള ഒരു അമ്മച്ചി, 96 വയസ്സുള്ള അപ്പച്ചൻ അപ്പുറത്തിരിക്കുന്നു. രണ്ടുപേർക്കും പല്ലില്ല, കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന പോലെ രണ്ടറ്റത്ത്. കൊച്ചുമകൻ കൂട്ടുകാരനുമായിട്ട് കോളേജിൽ നിന്ന് വന്നപ്പോ അമ്മച്ചി വിശേഷം പറയുകയാണ് അപ്പച്ചനെ കാണിച്ചിട്ട്, ദേ ഇതിനേക്കാൾ നല്ല ഒരു കല്യാണക്കാരി എനിക്ക് വന്നതാ. നോക്കണേ, വയസ്സ് 94ആയി. ഇപ്പോഴും ആ പഴയ ഓർമ്മയാണ്, ഇതിനേക്കാൾ നല്ല കാര്യം. എത്രയോ വർഷങ്ങൾ, അതായത് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി, മക്കളായി, കൊച്ചുമക്കളായി, അതിന്റെ മക്കളായിട്ടും മനപ്പൊരുത്ത് ഇതുവരെ വന്നിട്ടില്ല. ഇതിനേക്കാൾ നല്ലത്. ഉള്ളതിൽ തൃപ്തിയാകാത്ത, ഉള്ളതിൽ സ്തോത്രം പറയാത്ത, ഉള്ളതിൽ നന്ദി പറയാത്ത വ്യക്തിക്ക് അടുത്തത് ദൈവം എങ്ങനെ തരും? നമുക്കുള്ളതിന് സ്തോത്രം പറ. ദൈവമേ നീ എനിക്കെന്ന കസേരയ്ക്കായി സ്തോത്രം, ദൈവമേ നീ എനിക്കെന്ന വസ്ത്രത്തിനായി സ്തോത്രം, ദൈവമേ നീ എനിക്കെന്ന കുഞ്ഞിനായി സ്തോത്രം, ദൈവമേ നീ എനിക്ക് തന്ന കുടുംബജീവിതത്തിനായി സ്തോത്രം, ദൈവമേ നീ എനിക്ക് തന്ന സൗന്ദര്യത്തിനായി, മുടിയില്ല, എല്ലാം കൊഴിഞ്ഞു, അതെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനേക്കാൾ ദൈവമേ എനിക്ക് തന്ന സൗന്ദര്യത്തിനായി സ്തോത്രം. എന്റെ മോളൊരു ദിവസം പറഞ്ഞു, പപ്പേ, ഞാൻ ആരോ പറഞ്ഞ് വേറെ മുടിയും കൂടി വന്ന മനോഹരമായിരിക്കും. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞപ്പോ എന്റെ മോള് വന്ന് പറഞ്ഞു, പപ്പക്ക് മുടി വന്ന ഒരു ഭംഗിയല്ല. അവളെന്നെ ആശ്വസിപ്പിച്ചാണ്, 6ാം ക്ലാസ്സിലെ കുഞ്ഞാണ്, പപ്പ മുടി വന്നാൽ ഒരു ഭംഗിയല്ല. നമ്മൾ ആഗ്രഹിക്കുന്ന പലതും നമ്മിൽ നിന്ന് എടുത്തു മാറ്റും. മുടിയായിരിക്കും, ഉയരമായിരിക്കും. ചിലപ്പോ ഉയരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനെ ഞാൻ കണ്ടു. അദ്ദേഹം വർഷങ്ങൾ പ്രാർത്ഥിച്ചു. 4 അടി 5 ഇഞ്ച് ഉയരമുള്ളൂ, വലിയൊരു ദൈവ മനുഷ്യൻ. അദ്ദേഹം നാളുകൾ പ്രാർത്ഥിച്ചു, നാളുകൾ. അവസാനം മറുപടി ഇല്ലാണ്ടായപ്പോ തലകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. അവസാനം ദൈവം അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു, മകനെ, നിന്റെ ഉയരം ഞാൻ അംഗീകരിച്ചു, മറ്റുള്ളവരും അംഗീകരിച്ചു, നീ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? അതാണ് എന്റെ വിഷയം.
നമ്മൾ പലതും അംഗീകരിക്കുന്നില്ല. നമ്മുടെ കൊച്ചു വീടിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല, നമ്മുടെ കുഞ്ഞിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല, നമ്മുടെ ഭർത്താവിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല, നമ്മുടെ ഭാര്യയെ നമ്മൾ അംഗീകരിക്കുന്നില്ല. ദൈവം നമുക്ക് തന്നതിനെ നമ്മൾ റിജക്ട് ചെയ്യരുത്. കുടുംബജീവിത തകർച്ചകൾ കാരണം എന്താ? ഒരുമിച്ച് നടക്കുന്നു, ഒരുമിച്ച് ജീവിക്കുന്നു, ഒരു കട്ടിലാണ്, ഒരുമിച്ച് ഒരു കാറിൽ പോകുന്നു, ഒരുമിച്ച് ഭക്ഷിക്കുന്നു, കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. പക്ഷേ റിജക്ഷൻ ഒരിക്കലും ഹൃദയത്തിൽ അംഗീകരിക്കുന്നില്ല. എനിക്കൊരു ഫാമിലി അറിയാം, അപ്പനമ്മ നിർബന്ധിച്ച് മോനെ നല്ല കുടുംബത്തിലെ പെണ്ണാണ്, കല്യാണം കഴിച്ചു. പക്ഷേ കുഞ്ഞുങ്ങള് ഉണ്ടായിട്ടും ഒരുമിച്ച് ജീവിച്ചിട്ടും ഈ ഭാര്യ വളരെയധികം അദ്ദേഹത്തെ സ്നേഹിച്ചു. പക്ഷെ അദ്ദേഹം ഒരിക്കലും ആ ഭാര്യയെ ഇന്നും അംഗീകരിച്ചിട്ടില്ല. മകനിപ്പോൾ നേവിയിലെ ഉദ്യോഗസ്ഥനാണ്, പക്ഷെ ഇപ്പോഴും ആ ഭാര്യ അദ്ദേഹം അംഗീകരിച്ചിട്ടില്ല. അതിന്റെ കണ്ണുനീര് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് ബാംഗ്ലൂർ വെച്ച്. അപ്പോൾ എന്തെല്ലാം സങ്കടങ്ങളാണ് മനുഷ്യൻ. റിജക്ഷൻ, ഹൃദയത്തിൽ അംഗീകരിക്കുന്നില്ല. പക്ഷെ ദൈവം തന്ന എല്ലാ സാഹചര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് കർത്താവേ ഈ നല്ല അവസ്ഥയ്ക്കായി സ്തോത്രം, കർത്താവേ ചിക്കൻ കുനിയക്കായി സ്തോത്രം. ഈ ചിക്കൻ കുനിയ വന്നില്ലായിരുന്നെങ്കിൽ കർത്താവേ ഞാൻ ഏതെങ്കിലും വഴിക്ക് പോയി ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഈ പനി വന്നത് ഞാൻ ഏതെങ്കിലും യാത്രയ്ക്ക് പോയിരുന്നെങ്കിൽ, പനിയില്ലായിരുന്നെങ്കിൽ ഞാൻ യാത്ര ചെയ്യുമായിരുന്നു, യാത്രയിൽ എന്തെങ്കിലും അപകട മരണം ഉണ്ടാകുമായിരുന്നു. അതിൽ നിന്ന് രക്ഷിക്കുവാൻ നീ അഡ്വാൻസായി എന്നെ രോഗം അനുവദിച്ചതിനായി നന്ദി. എല്ലാ സാഹചര്യത്തിനും നന്ദി പറയുവാൻ ദൈവം ഇടയാക്കട്ടെ. എന്റെ സന്ദേശം ഇന്ന് അതിനോട് ചേർന്നാണ്. ഇന്ന് ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായൊരു വ്യതിയാനം ഉണ്ടാക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് അത് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന പ്രഭാഷണങ്ങളൊന്നും ചിലർ ചോദിക്കുമ്പോൾ ഇത് എവിടെ നിന്നാണ് ഇത്രയും നല്ല പ്രഭാഷണങ്ങൾ? ചിലപ്പോൾ ചോദിക്കും ബദറെ കുറച്ചുകൂടി നല്ല പ്രഭാഷണങ്ങൾ പറഞ്ഞുകൂടെ? രണ്ട് അഭിപ്രായക്കാരുണ്ട്. ആവശ്യമുള്ളവർക്ക് അതിൻ്റെതായ നന്മ, ആവശ്യബോധത്തോടെ ഇരിക്കുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ളത് ദൈവം തരും. അപ്പോൾ ഇന്നത്തെ എന്റെ ചിന്താവിഷയം തന്നെ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ആർക്കും കൊടുക്കില്ല. ദൈവം തരാൻ മതിയായവനാണ്. ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത് ആർക്കും കൊടുക്കില്ല. അപ്പൊ അതിനായിട്ട് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. വേദപുസ്തകത്തിൽ 1 ശമൂവേൽ 14 അധ്യായത്തിൽ യോനാഥാൻ എന്ന ഒരു ദൈവപുരുഷനെ നമുക്ക് കാണാം. ശൗൽ എന്ന ഇസ്രായേലിലെ ആദ്യത്തെ രാജാവിന്റെ കോമളനായ സുന്ദരനായ മകൻ. വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം. ആർക്ക് യുദ്ധത്തിന് പോകാൻ കഴിയാതെ എല്ലാവരും ഭയന്ന്, അവന്റെ അപ്പനായ ശൗല് പോലും മാതള നാരകത്തിന്റെ കീഴെ ഭയന്ന് കൂടെയുള്ള 600 പേരും നിരാശയോടെ ഇരിക്കുമ്പോൾ ഒരു ബാല്യക്കാരനെ, യൗവനക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് പോകാം. ആകെ കയ്യിലുള്ള കുന്തവുമായി, കയ്യിലുള്ള കുന്തം കൂടെയുള്ള യൗവനക്കാരന് ഭയമുള്ളതുകൊണ്ട് അവന്റെ കയ്യിൽ കൊടുത്ത് വെറും കൈ വീശി നടന്ന് ചുറ്റും ദേശത്തെ മുഴുവൻ ചുറ്റിയിരിക്കുന്ന 30,000 രഥങ്ങളും 6,000 കുതിരച്ചവകരും കടൽ തീരത്തെ മണൽ പോലെയുള്ള വലിയ സൈന്യം പട്ടാളത്തെയും നേരിടുവാൻ ഒരു കയ്യിൽ ആയുധം പോലുമില്ലാതെ കൈവീശി ചെന്ന് ബോസസ് സേന എന്ന 2 പാറകൾ കയറി. 1 ശമൂവേൽ 14 അധ്യായമാണ്, നിങ്ങൾ നോക്കണം, കുറിച്ചിട്ടിട്ട് പിന്നീട് നോക്കിയാൽ മതി. ആ പാറകൾ ഇങ്ങനെ കയറി അവിടെ ചെന്ന് അവന്റെ മുൻപിൽ ഈ ശത്രുക്കളെല്ലാം വീണു. ഫെലിസ്തീനെല്ലാം പരാജയപ്പെട്ടു. പാളയത്തിലും പോർക്കളത്തിലും വലിയ നടുക്കമുണ്ടായി. ഭൂമി കുലുങ്ങി, വലിയ നടുക്കമുണ്ടായി. ഭൂമി കുലുങ്ങണമെങ്കിൽ ഒരു മനുഷ്യൻ നടന്നാൽ ഭൂമി കുലുങ്ങത്തില്ല. ദൈവം അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിക്കാൻ മതിയായവൻ എന്നുള്ള വിശ്വാസത്തോടെ അവൻ സ്റ്റെപ്പുകൾ വെച്ചപ്പോൾ ഭൂമി കുലുങ്ങി, വലിയൊരു നടുക്കമുണ്ടായി. അവൻ വളരെയധികം ധൈര്യത്തോടെ മുന്നോട്ട് പോയി. ശത്രുക്കൾ അവിടെ വീണു 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 മരിച്ചു. വീണ് കിടക്കുന്നതിനെ അവന്റെ ബാല്യക്കാരൻ വാളുകൊണ്ട് കൊന്നു. അവന്റെ പഴയ നിയമത്തിലെ വലിയ ചരിത്രം, ആ യുദ്ധം ഭയങ്കരമായിരുന്നു. ഒരു രാജ്യത്തെ ഒരു ഫെലിസ്തീയ സൈന്യത്തെ മുഴുവനും അവൻ തകർത്തു കളഞ്ഞു. എന്നാൽ ഇസ്രായേലിലെ രാജാവായ ശൗലിന്റെ മകനാണിവൻ, അടുത്ത രാജാവേണ്ടവനാണ്. പക്ഷേ ശൗല് പാപം ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ഇശ്ശായിയുടെ കുടുംബത്തിൽ മറ്റൊരുവനെ അവന് പകരം രാജാവായി കണ്ടിട്ടുണ്ട്. പക്ഷെ നാട്ടുനടപ്പനുസരിച്ച് ശൗലിന് ശേഷം യോനാഥാൻ രാജാവാകണം. കാരണം അത്ര സമർത്ഥൻ. അവന്റെ മുമ്പിൽ രാജ്യങ്ങൾ കുലുങ്ങി, അവന്റെ മുമ്പിൽ ശത്രുക്കൾ തകർന്നു. പക്ഷേ ദാവീദ് എന്ന ഒന്നുമില്ലാത്ത, കാട്ടിൽ കിടക്കുന്ന, അപ്പന് വേണ്ടാത്ത, അമ്മയ്ക്ക് വേണ്ടാത്ത, ചേട്ടന്മാർക്ക് വേണ്ടാത്ത, ഒന്നുമില്ലാത്ത കാട്ടിൽ ആടിനെ തീറ്റി നടക്കുന്ന ഒരു ബാലനെ ദൈവം കണ്ടു. ആ ബാലനെ ദൈവം കണ്ടു. ദൈവം അവനെ തെരഞ്ഞെടുത്തു. നോക്കണേ, ദൈവത്തിന്റെ ഏറ്റവും വലിയ കരുണ.